ഹലോ കാർത്തികേയ. പത്മേടത്തി, സന്തോഷിക്കാനൊരു വകയുണ്ട്. ഞാൻ പത്മേടത്തിയോട് പറഞ്ഞതുപോലെ നമുക്കാർക്കും ഒരു പേര് ദോഷവും വരാത്ത രീതിയിൽ അവള് കൃത്യമായിട്ട് കുടുക്കി വന്ന് ചാടി. ഈ നാട്ടിൽ നിന്നും പത്മേടത്തിയുടെ മകൻ തനിച്ചേ തിരിച്ചു വരൂ. കൂടെ ആ വേലക്കാരി ഉണ്ടാവില്ല. കാർത്തികേയ, താൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സത്യമാണോ ഇതെല്ലാം? ഏടത്തി ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് പുറപ്പെട്ടിങ്ങോട്ട് വാ. ഇവിടെ വന്ന് നേരിൽ തന്നെ ആ കാഴ്ച കാണ്. ഞാൻ വരാം. എനിക്ക് അവളെ ഒന്ന് കാണണം. സത്യം പറഞ്ഞ ആ പയ്യന്റെ നില ക്രിട്ടിക്കലാ. ആശുപത്രി കിടന്നവൻ ചത്ത പിന്നെ ജീവപര്യന്തം കഴിഞ്ഞ് അവൾ പുറത്തു വരൂ. ആ ഇനി അഥവാ അതില്ലെങ്കിലും കൃത്യമായ വകുപ്പുകൾ എഴുതി ചേർക്കാൻ SI തീരുമാനിച്ചിട്ടുണ്ട്. അയാൾക്കും ഉണ്ട് അവളോട് ചില പഴയ കണക്കുകൾ. കാർത്തികേയ, സൂര്യ ഒരു പക്ഷേ ഈ വിഷയത്തിൽ ഇടപെടാനും ബഹളം വെക്കാനും സാധ്യതയുണ്ട്. അവനൊന്നും സംഭവിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഏടത്തി എപ്പോ എത്തും? ഞാൻ ഇപ്പൊ ഇറങ്ങും. ഇതിനേക്കാൾ സന്തോഷമുള്ളൊരു വാർത്ത ഇനി കേൾക്കാനില്ല. എന്റെ മകന്റെ വിവാഹ നിമിഷം മുതൽ ഈ സമയം വരെ എല്ലാത്തിനും ഞാൻ തോറ്റതിനും തല കുനിച്ചതിനും ഒക്കെ എനിക്ക് തലയുയർത്തി നിൽക്കണം. അവളുടെ ആ വേലക്കാരുടെ മുന്നിൽ ചെന്നിട്ട് അവളോട് എനിക്ക് പറയണം, പത്മയുടെ ശത്രുവായി വരുന്നവരുടെ ഗതി ഇതാണെന്ന്. മൂർത്തി സാർ വേണ്ടപ്പെട്ടവനാ പത്മേടത്തി. പക്ഷേ ഇപ്പൊ മൂർത്തി സാറിന്റെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കില്ല. ആ ചെറുക്കൻ ചാവുന്നെങ്കിൽ ചത്തോട്ടെ, എന്നാലും എനിക്ക് പ്രധാനം ഏടത്തിയുടെ അഭിമാനമാണ്. താങ്ക് യു കാർത്തിക. ഞാൻ പെട്ടെന്ന് തന്നെ വരാമേ. ശരി.